ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ പഠിച്ചാലോ? അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ അത് സിമ്പിളായിട്ട് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ അതിന് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യാം. ഞാൻ ഇന്ന് ഫുഡിനെ പറ്റി ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതെൻ്റെ കൂടെ പഠിക്കാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ആ ഫേവറേറ്റ് എന്നുള്ള വേർഡ് അവിടെ ഓർത്തിരിക്കുക. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? നിൻ്റെ ഫേവറേറ്റ്, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഓഫൺ ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? നീ എത്ര നേരം നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും? ഹൗ ഓഫൺ ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? അപ്പോൾ സ്പൈസി ഫുഡ് ഇഷ്ടമാണോ? അതായത് എരിവുള്ള ഫുഡ് ഇഷ്ടമാണോ എന്നാണ് സ്പൈസി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ വൈ നോട്ട് അങ്ങനെ നമുക്ക് ചോദിക്കാം. പിന്നെ അടുത്ത്, വാട്ട് ഈസ് എ ട്രഡീഷണൽ ഡിഷ് ഇൻ യുവർ കൺട്രി? നിൻ്റെ കൺട്രിയിലെ ട്രഡീഷണൽ ഡിഷ് എന്താണ്? ട്രഡീഷണൽ ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് പപ്പടവും പഴവും പായസമൊക്കെ നമ്മുടെ ട്രഡീഷണൽ ഫുഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ, ഡു യു പ്രിഫർ ഈറ്റിംഗ് അറ്റ് ഹോം ഓർ ഇൻ എ റെസ്റ്റോറൻറ്റ്? നിനക്ക് ഹോമിൽ നിന്ന് കഴിക്കാനാണോ ഇഷ്ടം, റെസ്റ്റോറൻറ്റിൽ നിന്നാണോ? ഡു യു പ്രിഫർ ഈറ്റിംഗ് അറ്റ് ഹോം ഓർ ഇൻ ദ റെസ്റ്റോറൻറ്റ്? പിന്നെ അടുത്തത്, വാട്ട് ഫുഡ് ഡു യു ഡിസ്ലൈക്ക്? നിനക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് ഏതാണ്? വാട്ട് ഫുഡ് ഡു യു ഡിസ്ലൈക്ക്? ആ വേർഡാണ്, ഡിസ്ലൈക്ക് എന്നുള്ള വേർഡ് വരും. പിന്നെ അടുത്ത്, വാട്ട് ഈസ് ദ ഹെൽത്തിയസ്റ്റ് ഫുഡ് യു ലൈക്ക് ടു ഈറ്റ്? നിനക്ക് ഇഷ്ടപ്പെടുന്ന ഹെൽത്തിയസ്റ്റ് ആയ ഫുഡ് ഏതാണ്? പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട് ആൻഡ് വൈ? നിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണ്? അപ്പോൾ അത് വൈ, എന്തുകൊണ്ടാണ് അതിനെ ഇഷ്ടപ്പെടുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ അടുത്ത ചോദ്യം, ഡു യു എൻജോയ് കുക്കിംഗ്? കുക്കിംഗ് നിനക്ക് ഇഷ്ടമാണോ? ഡു യു എൻജോയ് കുക്കിംഗ്? വാട്ട് ക്യാൻ യു കുക്ക് വെൽ? നിനക്ക് എന്താണ് നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത്? വാട്ട് ക്യാൻ യു കുക്ക് വെൽ? നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ഡിന്നർ ലാസ്റ്റ് നൈറ്റ്? നീ എന്താണ് ലാസ്റ്റ് നൈറ്റിൽ? വാട്ട് ഡിഡ് യു ഈറ്റ്? ഡിഡ് വന്നത് നമ്മൾ ലാസ്റ്റ് നൈറ്റ് എന്നുള്ള വേർഡ് വന്നു. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യണം. അപ്പോൾ വാട്ട് ഡിഡ് യു ഈറ്റ് അറ്റ് ഡിന്നർ ലാസ്റ്റ് നൈറ്റ്? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്പീക്ക് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഒട്ടറിയില്ലാത്തവർക്ക്, എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർ എൻ്റെ വീഡിയോസ് മറക്കാതെ കാണാം. ഞാൻ ഓരോ ടോപ്പിക്കുമായിട്ട് ഞാൻ ഇംഗ്ലീഷ് വേർഡ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിലെ ഓരോ വേർഡ്സും പിക്കപ്പ് ചെയ്ത് പഠിക്കാൻ നോക്കാം. അപ്പോൾ മറക്കാതെ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.